നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. ഒരാളുടെ മുഖത്തടിച്ചിട്ട്, നമ്മളവിടുത്തെ ഭാഷയിൽ പറഞ്ഞാൽ ചെള്ളക്കടിച്ചിട്ട്, ഞാൻ വേദന ആവാൻ വേണ്ടി ചെയ്തതല്ല, ഞാൻ അവന് വേദന ആവാൻ വേണ്ടി ചെയ്തതല്ല, എൻ്റെ കൂട്ടുകാരനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ചെയ്തതാണെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? റാഫേൽ ലിയാവോ ഇവനൊക്കെ എന്താണ് ഈ ചെയ്ത് കൂട്ടുന്നത്? ആ ചോദ്യം വരുന്നത് റോയിക്കിൻ്റെ ഭാഗത്തു നിന്നാണ്. എന്താണ് ഇത്? ഫ്രണ്ട്ലി മത്സരമാണ്, വേൾഡ് കപ്പിന് മുമ്പുള്ള സന്നാഹ മത്സരം. അവിടെ തൻ്റെ ടെമ്പർ ഒന്ന് നല്ല രൂപത്തിൽ ചെയ്യാൻ പറ്റാത്ത, അല്ലെങ്കിൽ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരുത്തനെ കൊണ്ട് വേൾഡ് കപ്പിന് പോയിട്ട് ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് വേൾഡ് കപ്പ് എടുത്ത് കൊടുക്കാൻ പറ്റുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? റോയിക്കിൻ്റെ ചോദ്യമാണ്. ഇതേ ചോദ്യം തന്നെ മറ്റ് വാക്കുകളിൽ ലൂയിസ് ഫിഗോ ചോദിക്കുന്നുണ്ട്. എന്തെന്നല്ല അയാൾ ചെയ്തത്? ചിലിയുമായിട്ടുള്ള സന്നാഹ മത്സരം, കളി ആദ്യ പകുതിയുടെ അവസാന ഘട്ടം. സംഭവിക്കുന്നത് എന്താ? ജാവോ കൺസേലയും ചിലിയുടെ ഒരു താരവും തമ്മിൽ ഉണ്ടായിട്ടുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ടാക്കിൾ ചെയ്ത് ഒരാൾ വീണ് ആ ഒരു സമയത്തുണ്ടായിരുന്നൊരു ഹീറ്റിൽ ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോൾ അയാളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ചിലിയുടെ മറ്റൊരു താരം കൂടി വരുന്നു. അവനെ പോയിട്ട്, അതായത് ഇവാൻ റോമൻ, അവനെ പോയിട്ട് ഇടിച്ച് തള്ളി. അവൻ തിരിച്ചിങ്ങോട്ട് വരുമ്പോൾ അവൻ്റെ കഴുത്തിന് പിടിച്ച് തള്ളിയിട്ട് ഇങ്ങോട്ട് ഇടിച്ചിട്ട് അങ്ങ് താഴെ ഇട്ടിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നെ ഇങ്ങനെ ദേഷ്യത്തിൽ. ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് റഫറി റെഡ് കാർഡ് കൊടുക്കുമ്പോൾ ഒരു ആക്കിച്ചിരി. അങ്ങനെ ഈ കളി നിയമങ്ങളൊന്നും ഒരു വിലയില്ലാത്തവൻ, എത്ര വലിയ ടാലൻ്റാന്ന് പറഞ്ഞാലും ദേശീയ ടീമിൽ കളിക്കാൻ അർഹതയുള്ളവനാണോ എന്നുള്ള ചോദ്യം ലൂയി ഫിഗോ ചോദിക്കുമ്പോൾ ആ ചോദ്യം വെറുതെ അല്ല. ഇനിയിപ്പോൾ ഇതിൻ്റെ പേരിൽ എന്ത് നടപടി? വളരെ വയലൻ്റ് ആയിട്ടുള്ള അറ്റാക്കാണ് നടത്തിയിട്ടുള്ളത്. സസ്പെൻഷൻ ഒറ്റ കളിയിൽ ഒതുങ്ങിയാൽ ഓക്കെ, നൈജീരിയക്കെതിരെയുള്ള സന്നാഹ മത്സരം മാത്രം നഷ്ടമാകും. DR കോങ്കോക്കെതിരെയുള്ള വേൾഡ് കപ്പ് മത്സരത്തിൽ റാഫേൽ ലിയാവോ അവൈലബിൾ ആയിരിക്കും. അതല്ല, ഫിഫ ഒന്നിലധികം മത്സരങ്ങളുടെ വിലക്കിലേക്ക് പോയാൽ വേൾഡ് കപ്പിലെ മത്സരങ്ങൾ നഷ്ടമാകുന്ന സ്ഥിതി ഉണ്ടാവും. അങ്ങനെ ഒരവസ്ഥയിലേക്ക് വേൾഡ് കപ്പിന് തൊട്ട് മുമ്പ് ടീമിനെ കൊണ്ടുവന്ന് ചാടിച്ച ഇവനെ എന്താണ് പറയേണ്ടത്? പിന്നെ ഫിഫയാണ് ചിലപ്പോൾ വലിയ ആക്ഷൻ ഒന്നും എടുക്കാൻ സാധ്യതയില്ല. ഇപ്പോൾ ക്രിസ്ത്യാനോക്ക് ശരിക്കും പറഞ്ഞാൽ വേൾഡ് കപ്പിൽ സസ്പെൻഷൻ ഉണ്ടാവേണ്ടതല്ല, അത് ഒഴിവാക്കി കൊടുത്താണല്ലോ ഫിഫ ഒരു എക്സെപ്ഷണൽ കേസ് എന്ന് പറഞ്ഞുകൊണ്ടന്ന് ഒഴിവാക്കി കൊടുത്തത്. അതുപോലെ പോർച്ചുഗലിനെതിരെ ഒന്നും വലിയ നടപടി എടുക്കാനൊന്നും സാധ്യതയില്ല. ഫിഫയുടെ ഒരു സ്വഭാവം അനുസരിച്ച് അതങ്ങനെയാണ് വരൂ. അപ്പം അതുകൊണ്ട് തന്നെ ആൾ വേൾഡ് കപ്പൊക്കെ കളിച്ചേക്കും. പക്ഷേ ഈ ടെമ്പർ തെറ്റൽ വേൾഡ് കപ്പിൽ നടത്തിയാൽ അത് ടീം 10 പേരായിട്ട് ചുരുങ്ങുകയും ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്തു. ഇപ്പോൾ എതിരാളികളും 10 പേരായി ചുരുങ്ങി എന്നുള്ളത് കൊണ്ടങ്ങ് രക്ഷപ്പെട്ടു പോയതാണ്. ഏതായാലും ഈ വിഷയത്തിൽ കളിയൊക്കെ കഴിഞ്ഞിട്ട് ഓൻ്റെ ഒരു പോസ്റ്റ് ഉണ്ട്. എന്ത്? ഫസ്റ്റ് ടെസ്റ്റ് കഴിഞ്ഞു അല്ലേ, വേൾഡ് കപ്പിന് മുമ്പുള്ള. എൻ്റെ ഈ റെഡ് കാർഡുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത്, ഞാൻ എൻ്റെ സഹതാരത്തെ സംരക്ഷിക്കാൻ വേണ്ടി മാത്രം ചെയ്തതാണ്, എതിരാളിക്ക് വേദന ആവാൻ വേണ്ടി ചെയ്തതല്ല. വാവ്, അതാണ് ഒരുത്തൻ്റെ മുഖത്തിട്ടടിച്ചിട്ട് അത് ഞാൻ വേദനയാക്കാൻ വേണ്ടി ചെയ്തതല്ല എന്ന് പറയുന്ന വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ന്യായീകരണമാണ്. ഏതായാലും ആ ന്യായീകരണമൊന്നും ഇപ്പോൾ ലൂയി ഫിഗോയെ പോലുള്ളവർക്ക് പിടിച്ചിട്ടില്ല. ലൂയി ഫിഗോ വളരെ കൃത്യമായിട്ട് പറഞ്ഞു, എന്താണ് റാഫേൽ ചെയ്തത്, ആ കണ്ടത് എനിക്കെന്തായാലും ഒട്ടും പിടിച്ചിട്ടില്ല. കംപ്ലീറ്റ്ലി അൺനെസസറി ആയിട്ടുള്ള കാര്യമായിരുന്നു അത്. പ്രത്യേകിച്ച് ഒരു ഫ്രണ്ട്ലി മത്സരത്തിൽ, വേൾഡ് കപ്പ് ഒരാഴ്ച മാത്രം അകലെ നിൽക്കുമ്പോഴാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇത്തരത്തിലുള്ള മൊമെൻറ്റ്സ് തീർച്ചയായിട്ടും ടീമിനെ മുന്നോട്ട് വലിക്കും. ഇത്തരം സമയങ്ങളിൽ എങ്ങനെ സ്വയം കൺട്രോൾ ചെയ്യണമെന്ന് താരങ്ങൾ പഠിക്കേണ്ടിയിരിക്കുന്നു. റാഫേൽ ഒരു ഫാൻറ്റാസ്റ്റിക് ടാലൻ്റാണ്. പക്ഷേ ടാലൻ്റ് എന്ന് പറഞ്ഞാൽ ഇമോഷൻസും മറ്റുമൊക്കെ കൺട്രോൾ ചെയ്യാൻ കൂടി പറ്റണം. അതുകൊണ്ട് കാര്യമുള്ള ഒരു വേൾഡ് കപ്പിൽ ഈ തരത്തിലുള്ള റെഡ് കാർഡ് കിട്ടിയാൽ നിങ്ങളുടെ രാജ്യത്തെ മുഴുവനും നിങ്ങൾ അവതാളത്തിലാക്കുന്ന രൂപത്തിലായിരിക്കും. ഇങ്ങനെയാണ് നിങ്ങളൊരു വേൾഡ് കപ്പ് മാച്ചിൽ റിയാക്ട് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങളെ മാത്രമല്ല വേദനിപ്പിക്കുക, എൻ്റെ ടീമിനെ വേദനിപ്പിക്കുന്ന അവസ്ഥയിലായിരിക്കും. പോർച്ചുഗൽ വളരെ അംബീഷ്യസ് ആയിട്ടാണ് ഈ വേൾഡ് കപ്പിന് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള രൂപത്തിൽ കീ പ്ലെയേഴ്സിനെ നമുക്ക് നഷ്ടമാകുന്ന സന്ദർഭം, ഫ്രസ്ട്രേഷൻ കാരണം നഷ്ടമാകുന്ന സന്ദർഭം ഉണ്ടാവാതെ നോക്കണം. ഈ ടൂർണമെൻറ്റ് ക്രിസ്ത്യാനോയുടെ വേൾഡ് കപ്പ് ഉയർത്താനുള്ള ഫൈനൽ ഓപ്പർച്യൂണിറ്റിയാണ് എന്ന കാര്യം കൂടി നമ്മൾ നോക്കണം. ലോകം മുഴുവനും ഇത് ഉറ്റുനോക്കുന്നുണ്ട്. അവസാനത്തെ കാര്യം, പോർച്ചുഗലിനെ സംബന്ധിച്ചിടത്തോളം പ്ലെയേഴ്സ് ഈ രൂപത്തിൽ സെൻഡ് ഓഫ് ചെയ്യപ്പെട്ടിട്ട് പുറത്താവുക, അതിന് സംഭവിക്കാൻ പാടില്ല. റാഫേൽ മസ്റ്റ് ലേൺ ഫ്രം ദിസ് ആൻഡ് മേക്ക് ഷുവർ ഇറ്റ് നെവർ ഹാപ്പൻസ് അഗെയിൻ എന്നാണ് ഇപ്പോൾ ലൂയി ഫിഗോ പറഞ്ഞത്. റോയിക്കും പിന്നെ കുറച്ചുകൂടി
കയറ്റി പറയുന്ന ഒരാളാണല്ലോ. അദ്ദേഹം അത് വളരെ കൃത്യമായിട്ട് തന്നെ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള രീതിയിൽ പറഞ്ഞു. ആബ്സല്യൂട്ട്ലി ഡിസ്ഗ്രേസ്ഫുൾ. ഇതൊരു ഫ്രണ്ട്ലി മാച്ചാണ്. ഫോർ ഗോഡ് സേക്ക് യു ആർ ദെയർ ടു ഗെറ്റ് മിനിറ്റ്സ്. ആ ബോധമെങ്കിലും വേണം. കുറച്ച് പ്ലെയിൻ ടൈം കിട്ടാൻ വേണ്ടിയിട്ട് ഇറങ്ങിയ കളിയാണെന്നെങ്കിലും നോക്കണം. ഷാർപ്പായിട്ട് നിൽക്കുക. അതിന് പകരം നോട്ട് ആക്ട് ലൈക്ക് ആൻ ഇഡിയറ്റ്. ഒരു വിഡ്ഢിയെ പോലെ പ്രവർത്തിക്കാതിരിക്കുക. റാഫേൽ അടുത്തയാളുടെ അതായത് എതിർ ടീമിലെ താരത്തിൻ്റെ മുഖത്ത് പഞ്ച് ചെയ്തിട്ട് സെൻഡ് ഓഫ് വാങ്ങിച്ചിരിക്കുകയാണ്. ഒരു ഡിസിപ്ലിനും ഇല്ല, ഒരു കൺട്രോളും ഇല്ല. ഇത് പ്യുവർ സ്റ്റുപ്പിഡിറ്റിയാണ്. ഇത്തരത്തിലുള്ള പ്ലെയേഴ്സാണോ ക്രിസ്ത്യാനോ റൊണാൾഡോക്കൊപ്പം വേൾഡ് കപ്പ് കളിക്കാൻ വേണ്ടി പോകുന്നത്? ടൂർണമെൻറ്റിന് ദിവസങ്ങൾക്ക് മുമ്പ് മാത്രം ഇത്തരത്തിൽ കാര്യങ്ങൾ ചെയ്യുക, ഇത് അൺആക്സെപ്റ്റബിൾ ആണ്. ഇഫ് യു ആർ ഡൂയിങ് ദാറ്റ് നൗ, വാട്ട് ആർ യു ഗോയിങ് ടു ബി ലൈക്ക് വെൻ ഇറ്റ് ആക്ച്വലി മാറ്റേഴ്സ്? ഒരു ഫ്രണ്ട്ലി മത്സരത്തിൽ പോലും ഇങ്ങനെ ചെയ്യുന്ന ഒരാൾ വേൾഡ് കപ്പിൻ്റെ ഹീറ്റിലൊക്കെ എന്തൊക്കെ ചെയ്യുമെന്ന് ആർക്കറിയാം. എന്തായാലും നിങ്ങൾ എത്രത്തോളം ടാലൻറ്റഡ് ആണോ അല്ലയോ എന്നുള്ളതല്ല. ഇഫ് യു കാൺട്ട് സ്റ്റേ ഡിസിപ്ലിൻഡ് യു വിൽ ബി വാച്ചിങ് ദി ബിഗ് ഗെയിംസ് ഫ്രം ദി സ്റ്റാൻഡ്സ് എന്നുകൂടി കൃത്യമായിട്ട് റോയ് കീൻ പറയുന്നുണ്ട്. അതിനിടയ്ക്ക് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് റാഫേൽ ലിയാവോയിൽ താല്പര്യം എന്നൊക്കെ വാർത്തകളും സൂചനകളും ഉണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള ഒരാളെ വേണ്ട എന്ന രൂപത്തിൽ ഇപ്പോൾ എക്സിലൊക്കെ വലിയ ക്യാമ്പയിൻ യുണൈറ്റഡ് ആരാധകർ പോലും തുടങ്ങിയിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് എടുത്താം.